പേർ ചേർന്ന് തുടങ്ങിയ കനാനായ സംഗമം ഇന്ന് വളർന്ന് ഒരു വലിയ തറവാടായി കഴിഞ്ഞിരിക്കുന്നു. പല പ്രതിസന്ധികളെയും അതിജീവിച്ച് നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി നാം വളർന്നു കഴിഞ്ഞു. KKCAയുടെ വളർച്ചയ്ക്കായി നേതൃത്വനിരയിൽ നിന്ന് പ്രവർത്തിച്ച പൂർവികരായ പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അവരെയും ഈ അവസരത്തിൽ KKCA നന്ദിയോടെ സ്മരിക്കുന്നു. അവർ സംഘടനയ്ക്ക് വേണ്ടി നൽകിപ്പോന്ന സേവനങ്ങൾ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. കൂടാതെ നമ്മുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിച്ചും ആശീർവദിച്ചും പരിപോഷിച്ചും കൊണ്ടിരിക്കുന്ന നമ്മുടെ രൂപതാ മേലധികാരികൾ, കുവൈറ്റിലെ പേട്രൺ ബിഷപ്പ് മാർ കമീലോ, വൈദികർ, KMCA, SMCA, KMRM തുടങ്ങിയ കത്തോലിക്ക സംഘടനകൾ എന്നിവരുടെ സഹായ സഹകരണങ്ങൾ ഈ ജൂബിലി വേളയിൽ നന്ദിയോടെ ഓർമ്മിക്കുന്നു. ഇനി എനിക്ക് അഭിനന്ദിക്കുവാനുള്ളത് ജൂബിലിയുടെ മികവിൽ നിൽക്കുന്ന KKCAയുടെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത് അന്നു മുതൽ തന്റെ ഭാരിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുന്നതിനായി സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് രാവകൽ ഓടി നടക്കുന്ന സെക്രട്ടറി ജോൺസനെയും, അതുപോലെ തന്നെ ഒരു സാമ്പത്തികകാര്യ വിദഗ്ധനെ പോലെ വ്യക്തവും കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് സംഘടനയുടെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന ശ്രീ റെജിയെയും, സെമിനാരിയിൽ പോയിട്ടില്ലെങ്കിലും ഒരു പാതി പുരോഹിതനെ പോലെ അംബാസയിൽ അവസാനത്തെ വ്യാഴാഴ്ച നടത്തിവരുന്ന പ്രാർത്ഥന കൂട്ടായ്മയെ നയിക്കുന്ന ശ്രീ ജോബി മാത്യു പുളിക്കോലിനെയും എത്ര പ്രസിദ്ധിച്ചാലും അധികമാവില്ല. ഇവിടെ അരങ്ങേറുവാൻ പോകുന്ന കലാപരിപാടികളുടെ വിജയത്തിനായി അണിയറയിൽ മാസങ്ങളോളമായി പ്രവർത്തിക്കുകയും ഇന്നിവിടെ ആടിയും പാടിയും അഭിനയിച്ചും അരങ്ങ് തകർക്കാൻ പോകുന്ന ജോബി ചാങ്ങം കണ്ടായലിനെയും എന്നും KKCAയുടെ കലാപ്രതിഭ തന്നെയാണെന്ന് ഈ അവസരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സംഘടനയെ പരിപോഷിക്കുന്നതിനായി തങ്ങളുടെ യൗവനം തന്നെ സംഘടനയ്ക്കായി മാറ്റിവെച്ചുകൊണ്ട് ശുഷ്കാന്തിയോടെ കഠിനാധ്വാനം നിരതരായി ഒരു യുവതര തന്നെ ഭരണസഭയിൽ അണിനിരന്നു നിൽക്കുന്നു. KKCAയുടെ സ്നേഹനിധികളായ അംഗങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ആദ്യ ഭവന സന്ദർശനം മുതൽ നിങ്ങൾ നൽകിപ്പോന്ന സ്നേഹാദരവുകളും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഉണർവും ഉത്തേജകവുമായി തീർന്നു. ചാരിറ്റി ബോക്സ്, റാഫിൾ എന്നിവയെല്ലാം ഇരുകൈകളും നീട്ടി സ്വീകരിച്ച ഏവരെയും സർവശക്തനായ ദൈവം കനിഞ്ഞ് അനുഗ്രഹവർഷം ചൊരിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ആന്റണി അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. തുമ്പിയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയാൽ വിരിയുന്ന വള്ളുവനാട്. ഇത്രയും മതി. അതെ, നിങ്ങളുടെ അറ്റൻഷൻ മാറ്റാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ്. മാവേലി എന്ന പേര് തന്നെ സന്ദേശമാണ്. ആ പേര് ഇപ്രകാരം നമുക്ക് പിരിച്ചെഴുതാം: മാ അധികം വേലി. മാ എന്ന് പറഞ്ഞാൽ അരുത്, പാടില്ല എന്നർത്ഥം. വേലി എന്താണെന്ന് നമുക്കറിയാം. വേലി പാടില്ല, വേലി അരുത് എന്നാണ് മാവേലി എന്ന വാക്കിന്റെ പേരിന്റെ അർത്ഥം. ക്നാനായ കൾച്ചറൽ അസോസിയേഷനിലെ സഹോദരി സഹോദരന്മാര് ആ സന്ദേശം ഇപ്പോ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേലികളില്ലാതെ, വേർതിരിവുകളില്ലാതെ നമ്മളെല്ലാവരും ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടുകൂടെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഓണം ഈണമായിട്ട് ആഘോഷിക്കാൻ. നിങ്ങളുടെ ഈ കൂട്ടായ്മയെ പ്രതി ദൈവത്തിന് നന്ദി. നിങ്ങൾ കാണിക്കുന്ന ഈ പരസ്പര സാഹോദര്യത്തെ, സ്നേഹത്തെ പ്രതി നിങ്ങൾക്ക് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ദൈവം ക്നാനായ കൾച്ചറൽ അസോസിയേഷനിലൂടെ ആരംഭിച്ച എല്ലാ സത്കൃത്യങ്ങളും അവിടുന്ന് തന്നെ പൂർത്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് സന്ദർശനാർത്ഥം ഇവിടെ എത്തിയിരിക്കുന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവന്ദനം. Thank you, Reverend Father Anthony, for your greetings and message. And now I welcome and
I have the pleasure of inviting Mr. Matthew Joseph, President of KMCA, for a short felicitation. ഇതിലിരിക്കുന്ന ജ്ഞാനായ കൾച്ചറൽ അസോസിയേഷൻ പ്രസിഡന്റ് മിസ്റ്റർ സ്റ്റീഫൻ, KMRM പ്രസിഡന്റ് മിസ്റ്റർ കെ.ഒ. ജോൺ, ഫാദർ ആന്റണി, മിസ്റ്റർ ജോൺസൺ, മിസ്റ്റർ റെജി, ജ്ഞാനായ സഹോദരി സഹോദരന്മാരെ, ഓണത്തിന്റെ ഇടയ്ക്കാണോ പൂട്ടുകച്ചവടം എന്നൊരു വർത്തമാനം നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവരും ഓണസദ്യ ഉണ്ടാൻ നോക്കിയിരിക്കുമ്പോൾ അവന്റെ ഒരു പ്രസംഗം. ഞാൻ പ്രസംഗത്തിനൊന്നും പോകുന്നില്ല, 1 മിനിറ്റ് എനിക്ക് അനുവദിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും ആദ്യമായിട്ട് ഓണാശംസകൾ ഹൃദയംഗമായി നേരുന്നു. ജ്ഞാനായ കൾച്ചറൽ അസോസിയേഷൻ അതിന്റെ തനതായ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് കുവൈറ്റിലെ സങ്കീർണമായ ഈ അന്തരീക്ഷത്തിൽ എല്ലാ റീത്തിലും പെട്ട മറ്റുള്ള കത്തോലിക്കരോ സഹോദരി സഹോദരന്മാരുമായിട്ട് സഹകരിച്ച് അവരുടെ ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെയധികം ശ്ലാഘനീയമാണ്. സിൽവർ ജൂബിലി വർഷത്തിലേക്ക് നീങ്ങുന്ന ജ്ഞാനായ കൾച്ചറൽ അസോസിയേഷന് കുവൈറ്റ് മലയാളി കാത്തലിക് അസോസിയേഷന്റെ പേരിൽ കുവൈറ്റിലുള്ള എല്ലാ മലയാളി കത്തോലിക്കരുടെയും പേരിൽ അത് പറയാനുള്ള അവകാശം KMCAക്ക് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാ റീത്തിലും പെട്ട കത്തോലിക്കർ ഉൾപ്പെടെ ഒരു സംഗമവേദിയാണ് കുവൈറ്റ് മലയാളി കാത്തലിക് അസോസിയേഷൻ. അതുകൊണ്ട് കുവൈറ്റിലുള്ള എല്ലാ മലയാളി കത്തോലിക്കരുടെയും പേരിൽ ജ്ഞാനായ കൾച്ചറൽ അസോസിയേഷന് ഹൃദയംഗമായ അഭിനന്ദനങ്ങളും അത് അവരുടെ പ്രവർത്തനങ്ങൾ പൂർവാധികം ഊർജ്ജസ്വലതയോടുകൂടി കുവൈറ്റിലും നമ്മുടെ കൊച്ചു കേരളത്തിലും പാവങ്ങളെ സഹായിക്കുന്നതിനും നമ്മുടെ ക്രിസ്തുദേവൻ പഠിപ്പിച്ച് നിങ്ങളിൽ ചെറിയവർക്ക് എന്ത് ചെയ്യുന്നോ അത് എനിക്ക് തന്നെയാണ് ചെയ്യുന്നത്, ഈ സന്ദേശം മനസ്സിലൂന്നിക്കൊണ്ട് സാധുക്കളെ സഹായിക്കാനായിട്ട് ജ്ഞാനായ കൾച്ചറൽ അസോസിയേഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പൂർവാധീന ശക്തിയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും ചേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. Thank you, Mr. Matthew Joseph, for your greetings and message. And now, I kindly invite Mr. K.O. John, President of KMRM, for a short felicitation. ബഹുമാനപ്പെട്ട ആന്റണിയച്ച, വേദിയിലിരിക്കുന്ന ജ്ഞാനായ അസോസിയേഷൻ പ്രസിഡന്റ് മിസ്റ്റർ സ്റ്റീഫൻ, മറ്റ് വിശിഷ്ട അതിഥികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഒരാശംസ പറയുന്നതിനാണ് നിൽക്കുന്ന. ഒരു പ്രസംഗത്തിനോട് പ്രസക്തിയില്ല. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് കലാപരിപാടികളുണ്ട്, ഓണസദ്യയുണ്ട്. നിങ്ങളുടെ സമയം ഞാൻ എടുക്കില്ല എന്ന് വാക്ക് തന്നുകൊണ്ട് ഞാൻ 2 വാക്ക് പറഞ്ഞ് നിർത്തിക്കൊള്ളാം. ആദ്യമായിട്ട് ക്രിസ്ത്യാനിയായി പോയി എന്ന പേരിൽ ഒറീസയിലും മഹാരാഷ്ട്രയിലും സ്വന്തം ജീവിതം ബലി കഴിക്കുവാൻ ഇടയായ ആ രക്തസാക്ഷികളെ ഓർമ്മിക്ക് മുമ്പിൽ ആദരാജ്ഞകൾ അർപ്പിച്ചുകൊണ്ടും ആ അക്രമത്തിൽപ്പെട്ട് ഇന്നും ദുരിതം അനുഭവിക്കുന്ന ആ സഹോദരങ്ങളെ ഓർത്തുകൊണ്ടും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും നമ്മുടെ ഈ ജ്ഞാനായ അസോസിയേഷൻ കുവൈറ്റിൽ ആഘോഷിക്കുന്ന ഈ ഓണ ആഘോഷങ്ങൾ, അതുപോലെ കഴിഞ്ഞ 24 വർഷം മുമ്പ് ആരംഭിച്ച ഈ പ്രസ്ഥാനം നിങ്ങളുടെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾ ഏത് ഉദ്ദേശത്തോടുകൂടി ഈ പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയോ ആ പ്രസ്ഥാനം ആ സദുദ്ദേശത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതിനും നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ പരിപാടികളും മേലും ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിക്കുകയും കുവൈറ്റിലെ മലങ്കര സമൂഹത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Mr. K.O. John. Now, we shall have the inauguration of our Silver Jubilee celebrations. നേരത്തെ പറഞ്ഞതുപോലെ